എപ്പോഴെങ്കിലും ഒരു സിനിമ കാണുമ്പോൾ അതിൻ്റെ പ്ലോട്ട് അനാലിസിസ് ചെയ്യാറുണ്ടോ? പിന്നെ വേറെ പണിയൊന്നുമില്ല. ഒരു സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ആ ക്യാരക്ടർ നമ്മൾ കണക്ട് ചെയ്തോ, ഈ ഹ്യൂമർ വർക്കായോ, ഇതെനിക്ക് വർക്കായോ, ഈ സ്റ്റോറി വർക്കായോ, എങ്ങനെ അവർ അഭിനയിച്ചു, ഇതൊക്കെയല്ലേ നമ്മൾ ചിന്തിക്കുക അല്ലേ? നമുക്ക് ഇതൊക്കെയാണ് ഒരു സിനിമേനെ എൻഗേജിങ് ആക്കി അല്ലെങ്കിൽ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നിൽക്കുന്ന എലമെൻറ്റ്. പക്ഷേ ഞാനിപ്പോൾ പറയാൻ പോകുന്നൊരു ഒരു ടെക്നിക്ക്, ഒരു സീക്രട്ടാണ്. ഇതൊന്ന് നിങ്ങൾ അടുത്ത സിനിമകളൊക്കെ കാണുമ്പോൾ നിങ്ങളൊന്ന് അപ്ലൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടി മീനിങ് ഫുള്ളായിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ആ സിനിമ നിങ്ങളെ കണക്ട് ചെയ്യിപ്പിക്കാൻ പറ്റും. അല്ലെങ്കിൽ ആ സിനിമ നിങ്ങളിൽ നിന്ന് എന്തുകൊണ്ട് ഡിറ്റാച്ചായി എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്ക് ഒരു എക്സാമ്പിളിലേക്ക് പോയാലോ? അതല്ലേ ഏറ്റവും എളുപ്പം. ഇപ്പോൾ റീസെൻ്റ്ലി ഇറങ്ങിയ ഒരു മലയാള സിനിമകളിൽ റീസെൻ്റ്ലി മോസ്റ്റ്ലി ഡിസപ്പോയിൻറ്റിങ് വാച്ചസ് ആണ്. അതിലൊരു അത്യാവശ്യം കൊള്ളാവുന്നൊരു സംഭവമായിരുന്നു വ്യസനസമേതം ബന്ധുമിത്രാദികൾ എന്ന് പറഞ്ഞ സിനിമ. അപ്പോൾ ഈ സിനിമയുടെ പ്ലോട്ടിൽ ഒരു ത്രെഡിൻ്റെ മൾട്ടിപ്പിൾ ഷെയ്ഡ്സ് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ സിനിമ മൊത്തത്തിൽ ഓഡിയൻസിനെ എൻഗേജ് ചെയ്ത് നിർത്തിയിരിക്കുന്നത്. നമുക്കൊന്ന് നോക്കിയാലോ. അതായത് ഇതിൽ മാനിപ്പുലേഷൻ്റെ മൾട്ടിപ്പിൾ ഷെയ്ഡ്സ് ആണ് ഈ സിനിമയിൽ ക്യാരക്ടേഴ്സിൻ്റെ ഇടയിൽ കണക്ട് ചെയ്ത് നിർത്തിയിട്ട് ഉപയോഗിച്ചിട്ടുള്ള ടെക്നിക്ക് എന്ന് പറയുന്നത്. ഏറ്റവും ഗംഭീരമായ ഇതിൽ മാനിപ്പുലേഷൻ നടക്കുന്നത് കരയോഗം പ്രസിഡൻ്റായിട്ടുള്ള വേണുവും അതുപോലെ തന്നെ ഈ സിനിമയിലെ സെൻട്രൽ പ്ലോട്ടിലെ എല്ലാ ഇൻസിഡൻസും നടക്കുന്ന മരണ വീടിൻ്റെ കാരണവരോ ഗൃഹനാഥനോ എന്നൊക്കെ പറയാവുന്ന മുരളിയുമായിട്ടാണ് അല്ലേ? എങ്ങനെയാണ് വേണു മുരളീനെ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് ആ ടെമ്പോ ബിൽഡ് ചെയ്ത് സിനിമയുടെ അവസാനം വരെ കൊണ്ടുവന്നത്, അത്ര എൻഗേജിങ് ആയിട്ട് ഇത് കൊണ്ടുപോകുന്ന ഒരു സംഭവം ഈ സിനിമ കണ്ട എല്ലാവർക്കും അതറിയണ്ടാവും. ഇനി നിങ്ങൾ അടുത്ത ഈ സിനിമ കാണാൻ പോകുന്നവർക്കും ഈ സംഭവം ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇതിൽ വേണുവായിട്ട് വരുന്നത് ബൈജു ആണ്. അതുപോലെ മുരളി എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്യുന്നത് ആസീസ് നെടുമങ്ങാടാണ്. ആസീസ് നെടുമങ്ങാടിൻ്റെ കരിയറിൽ തന്നെ ഒരു മൈൽ സ്റ്റോൺ ആണ് ഈ മുരളി എന്ന് പറഞ്ഞ ക്യാരക്ടർ. നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു ടെമ്പോ ബിൽഡിങ്ങിനൊപ്പം തന്നെ മുരളി എന്ന് പറഞ്ഞ ക്യാരക്ടർ ഇങ്ങനെ സിനിമയിൽ ഇങ്ങനെ ഗ്രോ ചെയ്ത് വരുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇനി രണ്ടാമത്തത്, അവിടുത്തെ പിന്നെ പെയിൻ്റ് അടിക്കാൻ വന്ന 2 ആൾക്കാരുണ്ട്. അവരൊരു ടീമാണ്. അപ്പോൾ ഞായറാഴ്ച പെയിൻ്റ് അടിക്കാൻ വിളിച്ചു കൊണ്ടുവന്നെന്ന് പറഞ്ഞിട്ട് അതിലൊരു മെമ്പർ ഭയങ്കരമായിട്ട് അടുത്ത ആളെങ്ങനെ ഭയങ്കര ഓവർ പവർ ചെയ്ത് ഒരു ഗിൽറ്റി ആക്കിക്കൊണ്ടിരിക്കുക. അപ്പോഴാണ് ഈ ഗിൽറ്റി ആയ മനുഷ്യന് ഇയാളെ ഓവർ പവർ ചെയ്യാനും ഇയാളെ മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ട് ഇയാളൊന്ന് സ്കെയറി ആക്കി കൊണ്ടുപോകാനുള്ള ഒരു ത്രെഡ് സ്ക്രിപ്റ്റ് അയാൾക്ക് കൊടുക്കും. അപ്പോൾ ഇവർ തമ്മിലുള്ള ഈ ഇക്വേഷൻ മാറും. ഇനി അടുത്തതാണ് ഇതിൽ മറ്റൊരു ക്യാരക്ടറായിട്ടുള്ള അഞ്ജലി. അത് മുരളിയുടെ മകളാണ്, അനശ്വര രാജൻ ചെയ്യുന്ന ക്യാരക്ടർ. ഒരു വീട്ടിലേക്ക് നമ്മൾ ഒരു പാരൻസിന് നല്ല അലയൻസ് എന്ന് പറയുന്നൊരു സംഭവം വരുമ്പോൾ എങ്ങനെയായാലും പാരൻസ് ഇമോഷണലി ആ വീട്ടിലെ പെൺകുട്ടികളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ ഇതിൽ അച്ഛന്മാരെന്തെയും കുറച്ച് സോഫ്റ്റ് മെച്യൂർഡ് ആയിട്ടുള്ള അപ്രോച്ച് എടുത്തിട്ട് വേറൊരു കളി കളിക്കുമ്പോൾ അമ്മമാരെന്തെയും യൂഷ്വലി, അതായത് ഇമോഷണൽ മെലോഡ്രാമ കളിച്ചിട്ടായിരിക്കും ഈ സംഭവം അച്ചീവ് ചെയ്യാൻ നോക്കുന്നത്. അത് ക്ലീനായിട്ട് ഈ സിനിമയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി അടുത്തതാണ് അനശ്വര, അതായത് അഞ്ജലിയുടെ വുഡ് ബി ആയിട്ടുള്ള അഖിൽ എന്താ ചെയ്യുന്നത്? ലവ്, പ്രൊട്ടക്ഷൻ, പിന്നെ കെയർ എന്നൊക്കെയുള്ള രീതിയിലുള്ള വേറൊരു തരം ടോക്സിക് മാനിപ്പുലേഷൻ ചെയ്യാൻ ശ്രമിക്കുകയാണ് അഞ്ജലിയുടെ മേലെ. വുഡ് ബി ആയിട്ടുള്ള ഫോൺ കോൺവെർസേഷനിലൂടെ ഇത് രസകരമായിട്ടാണ് ഈ സിനിമ ബിൽഡ് ചെയ്ത് കൊണ്ടുവന്നത്. ഇനി അടുത്തതുണ്ട് ഫ്രണ്ട്ഷിപ്പ് മാനിപ്പുലേഷൻ, അതായത് സുഹൈലിൻ്റെയും ശക്തിയുടെ ഇടയിൽ നടക്കുന്നത്. ഈ അഞ്ജലിനെ, നിരാശാകാമുകനായിട്ടുള്ള സുഹൈലിനെ അഞ്ജലിയുടെ വീട്ടിലേക്ക് കൗൺസിലിംഗ് ഒക്കെ ചെയ്ത് എത്തിക്കുന്നത് ശക്തിയാണ്. അവിടെ എത്തിയ ഉടനെ തന്നെ എന്താവും, സുഹൈൽ അവിടുത്തെ ഹീറോ ആയിട്ട് മാറുന്നു, ശക്തി അവിടെ ഒരു ബംഗാളി വർക്കറായിട്ട് മാറുന്നു. അപ്പോൾ അവരുടെ ഇടയിൽ ഈ ഒരു സംഭവം ശക്തി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഫ്രണ്ട്ഷിപ്പിന് വേണ്ടിയിട്ടാണ്. ആ ഒരു വളരെ ക്ലീനായിട്ട് അവിടെ നടക്കുന്ന ഒരു സംഭവമാണ്. ഇനി അടുത്തതെന്ന് പറയുന്നത് ഭയങ്കര രസകരമായിട്ട് ഈ സിനിമയിൽ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവമാണ്. അതായത് ശക്തിക്ക് കഞ്ഞിവെള്ളമൊക്കെ ആയിട്ട് കൊണ്ടുവരുന്ന ചേച്ചി ആ കഞ്ഞിവെള്ളത്തിൽ കുറച്ച് പ്രേമമൊക്കെ കലർത്തിയിട്ട് ഒരു വളരെ സെഡ്യൂസിങ് മാനിപ്പുലേഷൻ ശക്തിയോട് നടത്തുന്നു. അതിൻ്റെ ഒരു സംഭവം അതെങ്ങനെയാണ് എൻഡ് ചെയ്യുന്നുള്ളത് നമ്മൾ കണ്ടതാണ്. മൊത്തത്തിൽ ഈ സിനിമ നോക്കുകയാണെങ്കിൽ ഈ മരണ വീടിൻ്റെ ഉള്ളിൽ നടക്കുന്ന കുറച്ച് യൂഷ്വൽ സംഭവങ്ങളുടെ പുറത്ത് വേറൊരു സംഭവമുണ്ട്. അതായത് അയൽപ്പക്കക്കാർ നടത്തുന്ന ഒരു സംഭവം. അതായത് ഇവിടെ ഈ ഡെഡ് ബോഡി ഇവിടെ വെക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ അപ്പുറത്തെ വീട്ടിൽ ബാൻഡ് മേളമൊക്കെ നടത്തിയിട്ട് വേറൊരു തരത്തിലുള്ളൊരു ടോക്സിസിറ്റി ഈ പിന്നെ നൈബർ ഫാമിലി ചെയ്യുന്നുണ്ട്. ഇങ്ങനെ മൾട്ടിപ്പിൾ ത്രെഡ്, അതായത് ഒരേ സംഭവത്തിൻ്റെ തന്നെ പല ഷെയ്ഡുകൾ വെച്ചുകൊണ്ട് ഈ മൾട്ടിപ്പിൾ ത്രെഡ് ഇട്ട് കളിച്ചുകൊണ്ടാണ്
ഈ വ്യസനസമേതം ബന്ധുമിത്രാദികൾ എന്ന് പറഞ്ഞ സിനിമ ആ, അവസാനം വരെ അത്യാവശ്യം നമ്മൾ ഓഡിയൻസിനെ എൻഗേജിങ് ആയിട്ട് കൊണ്ടുപോകുന്നത്. ഇനി നെക്സ്റ്റ് ടൈം നിങ്ങളൊരു സിനിമ കാണുമ്പോൾ ഇങ്ങനത്തെ ഒരു സംഭവം നിങ്ങളൊന്ന് ചെക്ക് ചെയ്തിട്ട് ഏതൊക്കെ സിനിമകളിൽ എന്തൊക്കെയുണ്ടെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.